ജസ്ന തിരോധാന കേസിൽ മറുപടി നൽകാതെ സിബിഐ. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിൽ മറുപടി നൽകാൻ സിബിഐ കൂടുതൽ സമയം ചോദിച്ചു. അന്വേഷണം തുടരണമെന്നാവശ്യപ്പെട്ടാണ് പിതാവ് കോടതിയെ സമീപിച്ചത്. ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഹരി, ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നതിനെതിരെയായിരുന്നു ജസ്നയുടെ പിതാവ് ഒരു തടസ്സ ഹർജി നൽകിയത്. എന്താണ് സിബിഐയുടെ മറുപടി? ഫാരിഷ, ജസ്നയുടെ പിതാവ് നൽകിയിട്ടുള്ള തടസ്സ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. അതായത് അന്വേഷണം അവസാനിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഉള്ള ക്ലോഷർ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സിബിഐ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ കേസ് അന്വേഷണം അവസാനിപ്പിക്കരുത്, തുടർന്നും അന്വേഷണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു തടസ്സ ഹർജി ജസ്നയുടെ പിതാവ് ജെയിംസ് ഇതേ CJM കോടതിയിൽ നൽകിയത്. ഇതിൽ സിബിഐയുടെ മറുപടി കോടതി തേടിയിരുന്നു. പക്ഷേ ഇന്നും കോടതിയിൽ സിബിഐ മറുപടി നൽകിയില്ല. കുറച്ചുകൂടി സമയം തങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് സിബിഐ ഇതിൽ ചൂണ്ടിക്കാട്ടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം 5-ലേക്ക് ഈ ഹർജി മാറ്റിവെച്ചിട്ടുണ്ട്. അന്ന് സിബിഐ മറുപടി നൽകണം എന്നുള്ളതാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു ക്ലോഷർ റിപ്പോർട്ട്. പക്ഷേ ജസ്നയെ കണ്ടെത്താൻ മരിച്ചിട്ടില്ല എന്നുള്ള കണ്ടെത്തൽ കൂടി സിബിഐ നടത്തി. അതായത് മരിച്ചിട്ടില്ല എന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ എവിടെയാണെന്ന് കണ്ടെത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു സിബിഐ ഈ ക്ലോഷർ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം തുടരണമെന്നായിരുന്നു പിതാവിന്റെ ആവശ്യം. ഒപ്പം തന്നെ ജസ്നയുടെ സുഹൃത്തിനെ കുറിച്ച് കൂടി ആ തടസ്സ ഹർജിയിൽ പരാമർശമുണ്ടായി. ജസ്നയുടെ സുഹൃത്ത് ജസ്നയെ ദുരുപയോഗം ചെയ്തോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സിബിഐ അന്വേഷിച്ചിട്ടില്ല. ഈ കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം എന്നായിരുന്നു ഹർജിയിലെ വാദങ്ങൾ. ഇതിനാണ് സിബിഐയുടെ മറുപടി ആവശ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ സിബിഐ മറുപടി ആവശ്യപ്പെട്ട് കൂടുതൽ സമയം കൂടി ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സിബിഐ കൂടുതൽ സമയം ചോദിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് വീണ്ടും ഈ ഹർജി അടുത്ത മാസം 5-ന് പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നത്. ഹരിമോഹൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.